ഇനി തമിഴ്നാട്ടിലെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയുടെ പാരൻസ് നമ്മുടെ ശാന്തിഗിരിയുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവരുടെ ചികിത്സ ഇവിടെ ചെയ്തിരുന്നു. അന്ന് വിജയ് അവരെ കാണാൻ ഇവിടെ വരികയും അവർ ഗുരുവിനെ കാണുകയും ഒക്കെ ചെയ്തിരുന്ന അനുഭവത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക്, എത്രയോ VIP-കൾക്കും എത്രയോ സാധാരണക്കാർക്കും ഈ മരുന്നിൻ്റെ ഫലം അത് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, എത്രയോ വർഷങ്ങളായിട്ട്. മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്കെല്ലാം ഒരുപാട് പേർക്ക് ഗുരു നേരിട്ട് തന്നെ മരുന്ന് കൊടുത്തയച്ചിരുന്നു. നമ്മുടെ ശ്രീ AK ആൻ്റണി, അദ്ദേഹം പലപ്പോഴും ഗുരു അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തയച്ച കാര്യം അദ്ദേഹം വളരെ സ്നേഹത്തോടെ അദ്ദേഹം അത് ഓർക്കുമായിരുന്നു. മരുന്നെന്ന് പറഞ്ഞാൽ അത് മരണത്തെ തടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ആഹാരമാണ്, അല്ലാതെ മരണം ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് മെഡിസിനാണ് അറിവുള്ളവർ പറയുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഈ ഇൻ്റഗ്രേറ്റഡ് മെഡിസിനെ കുറിച്ച് ഗുരു ഇവിടെ സംസാരിക്കുകയും നമ്മുടെ ആശുപത്രികളിൽ അത് തുടങ്ങുകയും ചെയ്തിരുന്നു. അലോപ്പതി, ആയുർവേദം, സിദ്ധം, ഹോമിയോ തുടങ്ങിയ ശാഖകളിലുള്ള എല്ലാ ഡോക്ടേഴ്സും ഒരുമിച്ചിരുന്ന് ഒരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അവർക്ക് എന്താണ് ആ സമയത്ത് കൊടുക്കേണ്ടത് അതാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അലോപ്പതിയാണ് ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യും, സർജറി ആണെങ്കിൽ അതല്ല അവർക്ക് ഹോമിയോ കൊണ്ട് മാറുമെങ്കിൽ അത്, സിദ്ധമാണ് ആവശ്യമെങ്കിൽ അത്, അങ്ങനെ ആയുർവേദമാണ് ആവശ്യമെങ്കിൽ അങ്ങനെ എന്താണോ ആവശ്യം അത് കണ്ട് ഈ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്താണ് ചികിത്സിച്ചിരുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി യഥാർത്ഥത്തിൽ അറിവുള്ള 2 വ്യക്തികൾ പറഞ്ഞത് കൂടെ ഞാൻ പറയാം, എന്നിട്ട് ഞാൻ മരുന്ന് കാണിക്കാം കേട്ടോ. ആദ്യത്തെ വ്യക്തി ഈ പുസ്തകം എഴുതിയ, ചരക പൈതൃകം എഴുതിയ ഡോക്ടർ MS വല്യത്താൻ. അദ്ദേഹം ആരാണെന്ന് ഞാനൊന്ന് പറയാം. ആയുർവേദത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായിട്ടാണ് ചരകനെ കണക്കാക്കുന്നത് കേട്ടോ. ചരക സംഹിത എഴുതിയത് ചരകനാണ്. ആരാണ് ഡോക്ടർ MS വല്യത്താൻ? ഡോക്ടർ മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ. അദ്ദേഹം കാർഡിയാക് സർജൻ ആയിരുന്നു, സയന്റിസ്റ്റ് ആയിരുന്നു, റിസർച്ചർ ആയിരുന്നു, കേരളത്തിൽ നിന്നുള്ള. അദ്ദേഹം ഫൗണ്ടിംഗ് ഡയറക്ടർ ഓഫ് ദ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി, where he served for about 2 decades, 20 വർഷം. ഫസ്റ്റ് വൈസ് ചാൻസലർ ഓഫ് മണിപ്പാൽ യൂണിവേഴ്സിറ്റി, നാഷണൽ റിസർച്ച് പ്രൊഫസർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, എമിനന്റ് കാർഡിയാക് സർജൻ, മെഡിക്കൽ സയൻറ്റിസ്റ്റ്, എഡ്യൂക്കേറ്റർ ആൻഡ് പയനിയർ ഇൻ ആയുർവേദിക് ബയോളജി. അണ്ടർലൈൻ ചെയ്യൂ, ആയുർവേദിക് ബയോളജി. ആയുർവേദത്തെക്കുറിച്ച് പഠിച്ച അദ്ദേഹം രചിച്ച ഗ്രന്ഥമാണ് ലെഗസി ഓഫ് ചരക, അതുപോലെ ലെഗസി ഓഫ് ശുശ്രുത, ലെഗസി ഓഫ് വാഗ്ബട. ഇത് 3 അദ്ദേഹം എഴുതിയതാണ്.